بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين. വചനം 17. ഫക്കാന അങ്ങനെ ആയി, ആഖിബതഹുമ രണ്ടാളുടെയും പര്യവസാനം, കലാശം, അന്നഹുമാ ഫിന്നാരി രണ്ടുപേരും നരകത്തിലാണ് എന്നുള്ളത്, ഖാലിദീന ഫീഹ അതിൽ രണ്ടാളും നിത്യവാസികളായ നിലയിൽ, വദാലിക അത്, ജസാഉൽ ളാലിമീൻ അക്രമികളുടെ പ്രതിഫലമത്രേ. അങ്ങനെ ഇരുവരുടെയും പര്യവസാനം അവർ രണ്ടുപേരും നിത്യവാസികളായ നിലയിൽ നരകത്തിലാണ് എന്നതായിരുന്നു. അക്രമികളുടെ പ്രതിഫലമത്രേ അത്. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. വചനം 18. യാ അയ്യുഹല്ലദീന ആമനു ഹേ വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ, വൽതൻളുർ നോക്കട്ടെ, ആലോചിക്കട്ടെ, നഫ്സുൻ ഓരോ ദേഹവും, ആത്മാവും ആവും, മാ ഖദ്ദമത് അത് മുൻ ചെയ്തു വെച്ചത്, താൻ മുൻ ചെയ്തു വെച്ചത് അഥവാ ഒരുക്കി വെച്ചത്, ലിഗദിൻ നാളേക്കു വേണ്ടി, വത്തഖുല്ലാഹ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു, ഖബീറുൻ സൂക്ഷ്മമായി അറിയുന്നവനാണ്, ബിമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഓരോ ആത്മാവും ആളും നാളത്തേക്കു വേണ്ടി താൻ എന്താണ് മുന്നൊരുക്കം ചെയ്തിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. വചനം 19. വലാ തകൂനു നിങ്ങൾ ആകരുത്, കല്ലദീന യാതൊരുവരെ പോലെ, നസുല്ലാഹ അവർ അല്ലാഹുവിനെ മറന്നു, ഫഅൻസാഹും അപ്പോൾ അവൻ അവരെ മറപ്പിച്ചു, അംഫുസഹും അവരെ തന്നെ, അവരുടെ ദേഹങ്ങളെ, ഉലൈക ഹും അക്കൂട്ടർ തന്നെ, അൽ ഫാസിഖൂൻ തോന്നിയവാസികൾ, ദുർനടപ്പുകാർ. അല്ലാഹുവിനെ മറന്നു കളയുകയും അങ്ങനെ അവർക്കു അവരെ തന്നെ അവൻ മറപ്പിച്ചു കളയുകയും ചെയ്തിട്ടുള്ളവരെപ്പോലെ നിങ്ങൾ ആയിത്തീരരുത്. അങ്ങനെയുള്ളവർ തന്നെയാണ് തോന്നിയവാസികൾ. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. വചനം 20. ലാ യസ്തവി സമമാവുകയില്ല, അസ്ഹാബുന്നാരി നരകക്കാർ, വ അസ്ഹാബുൽ ജന്നതി സ്വർഗക്കാരും, അസ്ഹാബുൽ ജന്നതി സ്വർഗക്കാർ, ഹുമുൽ ഫായിസൂൻ അവരത്രേ ഭാഗ്യവാന്മാർ. നരകക്കാരും സ്വർഗക്കാരും സമമാവുകയില്ല. സ്വർഗക്കാരായുള്ളവർ തന്നെയാണ് ഭാഗ്യവാന്മാർ.
പിശാച് പല സൂത്രങ്ങളും പ്രയോഗിച്ച് മനുഷ്യനെ വഴിപിഴപ്പിക്കുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. അവനെ സഹായിക്കുവാനോ രക്ഷിക്കുവാനോ പിന്നെ പിശാചിനെ കിട്ടുകയില്ല. അവസാനം ശിക്ഷയിൽ രണ്ടുപേരും പങ്കാളികളാണു താനും. ഇതുപോലെ തന്നെയാണ് കപടവിശ്വാസികളുടെയും അവരുടെ ദുരുപദേശങ്ങളും വാഗ്ദാനങ്ങൾ കേട്ട് വഞ്ചിതരായ ആ യഹൂദികളുടെയും അവസ്ഥ എന്നു സാരം. അടുത്ത വചനത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ച് അവരെ ഉപദേശിക്കുന്നു. 18 മുതൽ 20 വരെ വചനങ്ങളുടെ വിശദീകരണം. വളരെ വിലയേറിയ 3 ഉപദേശങ്ങൾ. മനുഷ്യന്റെ ഭാവി നിർണയവും അവന് രക്ഷയും മോക്ഷവും ലഭിക്കലും ആ 3 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 1. അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സ്വീകരിക്കുക വഴി അവനോട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുക എന്നാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതുകൊണ്ട് വിവക്ഷ. ഇതാണ് എല്ലാറ്റിലും വെച്ച് മർമ്മപ്രധാനമായ വിഷയവും. അതുകൊണ്ട് ഇക്കാര്യം ഒരേ വചനത്തിൽ തന്നെ 2 വട്ടം ആവർത്തിച്ചുണർത്തിയിരിക്കുന്നു. 2. ഓരോരുത്തനും അവന്റെ നാളേക്കുവേണ്ടി ആസന്നവും ശാശ്വതവുമായ പരലോക ജീവിതത്തിലേക്കു വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കിവെച്ചിട്ടുള്ളതെന്ന് ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യൻ അവന്റെ കുറവുകളും വിടവുകളും കണ്ടെത്തുമല്ലോ. അപ്പോൾ അത് പരിഹരിക്കുവാൻ അവൻ ശ്രമിക്കുകയും ചെയ്യും. 3. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമോ ഭയമോ ഇല്ലാതെ അവന്റെ നിയമനിർദ്ദേശങ്ങളെ വകവെക്കാതെ അവനെ മറന്നുകളയുകയും അങ്ങനെ സ്വന്തം രക്ഷാമാർഗങ്ങളെക്കുറിച്ചുപോലും ചിന്തിക്കാതായി തീരുകയും ചെയ്ത താന്തോന്നി വർഗങ്ങളെപ്പോലെ ആയിത്തീരരുത്. അതെ, അവരെ അനുകരിക്കാതെ അവരോട് സദൃശ്യപ്പെടാതെ അവരുടെ കൂട്ടത്തിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. 3. അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമോ ഭയമോ ഇല്ലാതെ അവന്റെ നിയമനിർദ്ദേശങ്ങളെ വകവെക്കാതെ അവൻ മറന്നുകളയുകയും അങ്ങനെ സ്വന്തം രക്ഷാമാർഗങ്ങളെക്കുറിച്ച് പോലും ചിന്തിക്കാതായി തീരുകയും ചെയ്ത താന്തോന്നി വർഗങ്ങളെപ്പോലെ ആയിത്തീരരുത്. അതെ, അവരെ അനുകരിക്കാതെ അവരോട് സദൃശ്യപ്പെടാതെ അവരുടെ കൂട്ടത്തിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. എത്ര മഹത്തായ ഉപദേശങ്ങൾ! എത്ര സാരവത്തായ ഉപദേശങ്ങൾ! ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവർ മാത്രമാണ് സ്വർഗാവകാശികൾ. അവർ തന്നെയാണ് ഭാഗ്യവാന്മാരും. ഈ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു നബിവചനത്തിന്റെ സാരം ഇതാകുന്നു: 7 കാര്യങ്ങൾക്ക് മുമ്പായി നിങ്ങൾ ധൃതിപ്പെട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുവിൻ. എല്ലാം മറപ്പിച്ചു കളയുന്ന കടുത്ത ദാരിദ്ര്യത്തെയോ അല്ലെങ്കിൽ അമിതമായ ധനത്തെയോ അല്ലെങ്കിൽ നാശകരമായ രോഗത്തെയോ അല്ലെങ്കിൽ കൊള്ളരുതാത്താക്കുന്ന വാർദ്ധക്യത്തെയോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ച് യാത്ര അയക്കുന്ന മരണത്തെയോ അല്ലെങ്കിൽ ദജ്ജാലിനെയോ. അതാണെങ്കിൽ പ്രതീക്ഷിക്കപ്പെടുന്ന അദൃശ്യങ്ങളിൽ വെച്ച് മോശപ്പെട്ടതാണ്. അല്ലെങ്കിൽ അന്ത്യസമയത്തെയോ. അല്ലാതെ നിങ്ങൾക്ക് വല്ലതും കാത്തിരിക്കുവാനുണ്ടോ? അന്ത്യസമയമാകട്ടെ ഏറ്റവും ആപൽക്കരവും ഏറ്റവും കൈപ്പേറിയതും. തുർമുദി.